ഹായ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു ചേമ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ അത്ര മോര് കറിയുടെ ഫാനല്ല കേട്ടോ. കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഉപ്പേരിയോ ചമ്മന്തി എന്തെങ്കിലും കൂട്ടിയിട്ടോ കഴിക്കാറ്. അപ്പോൾ എന്നെ പോലെ മോര് കറി ഇഷ്ടമില്ലാത്തവരൊന്ന് കമന്റ് ചെയ്യട്ടോ, കുമ്പളങ്ങ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്നെ പോലെ മോര് കറി ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് മോര് കറി കഴിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചേമ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചേമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 2 തക്കാളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും നടുക കീറിയ പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മോര് കറിയൊക്കെ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി കുറച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. എനിക്ക് ആ മഞ്ഞ കളറിലെ മോര് കറിയാണ് ഇഷ്ടം. നമുക്ക് കാണാനും ഭംഗി, അതുപോലെ കഴിക്കാനും. പച്ചമുളകിൻ്റെ എരിവാട്ടോ ഇതിൽ കൂടുതലും മോര് കറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനൊരു 3 ബൗൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു തക്കാളി ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചേമ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചേമ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ചേമ്പ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചേമ്പ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് തേങ്ങയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല പുളിയുള്ള 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടി തൈരിൽ തന്നെ അടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാടങ്ങ് കറി ലൂസായി പോട്ടെ. നമുക്കിത് ചേമ്പ് കറി നമ്മളെപ്പോഴും ഒരുപാടങ്ങ് ലൂസാവാതെ നല്ല തിക്കായിട്ട് തന്നെ കഴിക്കുന്നതാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാടങ്ങ് തിളച്ച് പോകരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങയരപ്പൊക്കെ തിളച്ച് ഒരുപാടങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അതുപോലെ തൈരിൻ്റെയൊക്കെ ഇതിവിടെ ചെറിയൊരു തിള വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ അങ്ങനെ കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഈ ടൈമിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഒരുപാട് അങ്ങ് തിളച്ച് മറിയേണ്ട കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറവും കൂടി ചേർത്ത് കൊടുക്കാം. വറവിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ ചേമ്പിലേറെ എനിക്കിഷ്ടം ഇതുപോലെ ചെറിയ ചേമ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ നാടൻ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് മോര് കറി ഇഷ്ടമില്ലാത്തവരൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടാക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.